പിന്നെ ഞാൻ ഒറ്റക്കല്ലേ, കുറേ നിന്ന് കുറേ ഇരുന്ന് കുറേ കിടന്ന് നേരെ അങ്ങനെ പോയി. പിന്നെ ഭയങ്കര വിശപ്പ്. പിന്നെന്താ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ കയറി പാട്ടിയും ബക്കറ്റും ഒക്കെ തുറന്നു നോക്കി. ഒരു തേങ്ങ ഞാൻ കണ്ടില്ല. പിന്നെ അതാ പാൽപ്പൊടി, അതിനോടൊന്നും ഒരു മൂടില്ലാന്ന്. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴതാ ഏതോ ഒരു കോഴി അവിടെ ഇങ്ങനെ മുട്ട വെച്ച് റെഡിമെയ്ഡ് മുട്ടയാണ്. പിന്നെ ഒന്നും നോക്കില്ല, ആ മുട്ട എടുത്ത് ഞാൻ വിട്ടു. നേരെ അടുക്കളയിലെത്തി. അവിടെ അതാ ഗ്യാസ് തന്നെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും ഇതിൽ ആ സാധനങ്ങളൊന്നുമില്ല. ഇതൊക്കെ അയച്ചിക്കുക. ഇനി ഇതൊക്കെ കറക്റ്റ് ഓട്ടോയ്ക്ക് കൊടുക്കി ഫിറ്റാക്കണമെങ്കിൽ ഭയങ്കര പണിയാണ്. പിന്നെ ആണെങ്കിലോ ഗ്യാസ് അങ്ങോട്ടാണോ എങ്ങോട്ടാണ് ചിരിക്കേണ്ടത് എനിക്കറിയില്ല. ഞാൻ പിന്നെ നേരെ ആ മുട്ട കോഴി അറിയാതെ എടുത്ത റെഡിമെയ്ഡ് മുട്ട അവിടെ തന്നെ കൊണ്ടുവച്ചു. എന്നിട്ടെന്താ വിശപ്പ് മാറണ്ടേ, ഞാൻ അങ്ങനെ നടന്ന് അതാ ഫ്രിഡ്ജ് കണ്ടപ്പോൾ അതും തുറന്നു നോക്കി. അവിടെ ധരിക്കണ 4 പഴം, അതിലൊന്നിനങ്ങോട്ട് എടുത്ത്. പിന്നെ ഒന്നും നോക്കിയില്ല, 4 ഭാഗം എടുത്ത് തിന്നില്ലേ. അത് തിന്നണ പഴത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം തന്നെ കറണ്ടായിട്ട് പോയി. പിന്നെ ടോർച്ച് നോക്കി കുറേ തപ്പി, ഒരു മെഴുകുതിരി ഒരു തേങ്ങയില്ല. അപ്പോൾ അതൊരു ഫോൺ കിട്ടി. ഇങ്ങനെ തപ്പിയപ്പം വിരുന്ന് വന്ന ആരോ ഫോൺ മറന്നു വെച്ചതാ. അങ്ങനെ ലോക്കൊക്കെ അതാ ഫുള്ള് 72 ടോർച്ചൊക്കെ ഉണ്ട്. പിന്നെ കുറേ കളിച്ചേമേ. പിന്നെ അതാ ടോർച്ചുണ്ടോ നോക്കി കുറേ കളിച്ചപ്പം അൽഹംദുലില്ലാ ടോർച്ച് ഉണങ്ങി. അപ്പോൾ പിന്നെ നോക്കണ്ട, കാരണം ഇരുട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഞാൻ ടോർച്ച് ഉണക്കി, ക്യാമറ ഉണക്കി. പിന്നെ ഇരുട്ടത്ത് കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോയില്ലേ. പിന്നെ അങ്ങനെ ജിന്നും പിന്നെ അതേമാതിരി എന്താ പറയുക, മറ്റേ ചങ്ങായിമാരൊക്കെ മാവോയിസ്റ്റിനെ പറ്റിയൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്ന്. അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമോ, വാതിൽ മുട്ടുമോ, അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, ഒറ്റക്കല്ലേ. പക്ഷെ എനിക്കെന്തോ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ഗൈസ്, കറണ്ട് വന്നു. അങ്ങനെ ഞാൻ അതാ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മുന്തിരിയോട് കിട്ടി, അതും വെള്ളത്തിലിട്ട് ആ കറണ്ട് അടുപ്പ് ചൂടാക്കി. ചിലപ്പം ഉമ്മ എന്തെങ്കിലുമൊക്കെ പറയേ, ഉമ്മ ഇല്ലെങ്കിലും ഉമ്മ എപ്പോഴും പറയണ ചൂടുവെള്ളത്തിൽ കേൾക്കണം. പിന്നെ ആ കറണ്ട് അടുപ്പ് ഉണക്കി അത് കുറച്ച് ചൂടാക്കി. പിന്നെ ചൂടാക്കി മുന്തിരി ഒറ്റയ്ക്ക് ഇങ്ങനെ ഞം തിന്നുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതും തിന്നു.